മതപരിത്യാഗികളെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദ്യം. നമ്മൾക്കിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹദീസ് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ തെളിവുകളിലേക്ക് പോകാം. ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തി എന്താണ്? എന്തിനാണ് മതപരിത്യാഗം ചെയ്യുന്ന ഒരാളെ കൊല്ലണം എന്ന് ഇസ്ലാം പറയുന്നത്? ഉണ്ടെങ്കിൽ അതിൻ്റെ യുക്തി താങ്കൾ പറയുക. ഇനി ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, മഞ്ഞ ധരിക്കാൻ പാടില്ല, സിൽക്ക് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ ആണുങ്ങൾക്ക് ഇതൊന്നും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, എൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ശുചിയാക്കുന്ന സമയത്ത് ഒറ്റയക്കമുള്ള പെബിൾസ്, അതായത് കല്ല് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ യുക്തി കൂടി ഒന്ന് പറയണം. യുക്തിസഹമായ മതമാണ് ഇസ്ലാം എന്ന് വാദിക്കാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെയും യുക്തി പറയണം. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി ഇമിറ്റേറ്റിംഗ് നോൺ മുസ്ലിംസ് ആർ ഹറാം എന്ന് പറയുന്നുണ്ട്. അതായത് അന്യമതസ്ഥരെ അനുകരിക്കുന്നത് ഹറാമാണെന്ന് പറയും. അന്യമതസ്ഥരെ നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് അനുകരിക്കാതിരിക്കുന്നത്? ഇനി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്യമതസ്ഥൻ ഇത്രയധികം നജസ് ആകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? അഥവാ ഇങ്ങനെ ഒരു സംഗതി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ യുക്തി എത്രമാത്രമാണ്? പിന്നെ അതുപോലെ തന്നെ പാൻസ്, എനിക്ക് അറിയേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് പാൻസ് ഈ ആംഗിളിന് മുകളിൽ ധരിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ യുക്തി എന്താണ്? എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ചെയ്യും, അത് നമുക്കിവിടെ ഇത് ചെയ്യുകയും ചെയ്യും. റീമാരേജ് ഓഫ് വൈഫ്, ഇസ്ലാമിക തത്വശാസ്ത്രം അനുസരിച്ച് ഒരു സ്ത്രീയെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കും നിങ്ങൾക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ വീണ്ടും റീമാരി ചെയ്യാൻ കഴിയുമോ? കഴിയും. അവളെ വേറൊരാൾ വിവാഹം ചെയ്തിട്ട്, സീ ദ പോയിന്റ്, വേറൊരാൾ വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഇദ്ദ കാലഘട്ടം കഴിഞ്ഞാണ്. എന്താണ് അതിൻ്റെ യുക്തി? ആദ്യത്തെ വേണമെങ്കിൽ നിങ്ങൾ ഇദ്ദ എന്നൊക്കെ പറയുന്ന ഓക്കെ, മെൻസ്ട്രൽ കാലഘട്ടമൊക്കെ വെച്ച് പറയാം. വേറൊരാൾ വിവാഹം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? യുക്തിസഹമായ മതമാണല്ലോ ഇസ്ലാം. പിന്നെ മാജിക് റിയൽ ആണ് എന്ന് ഇസ്ലാം പറയുന്നില്ലേ? ബ്രസ്റ്റ് ഫീഡിങ്, കം ടു ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് വഴി റിലേഷൻസ് ഉണ്ടാക്കുന്നതായിട്ടും 5 തവണ കുറഞ്ഞത് ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ ഞാൻ കുറേ ന്യൂസ് കട്ടിങ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ ഓഫീസ് റൂമിലുള്ള ആളുകളുമായി ഓപ്പണായിട്ട് ഇടപെടുന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ബന്ധുക്കളാക്കിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്നു. അതിൻ്റെ യുക്തിയും കൂടി. താങ്ക് യു അർഫി. നമ്മുടെ സംവാദത്തിൻ്റെ അടുത്ത റൗണ്ട് വാദപ്രതിവാദത്തിലേക്ക് പോവുകയാണ്. ഹൈത്തമി സംസാരിക്കുന്നു. RC എന്നോട് കുറേ സംശയങ്ങൾ ചോദിച്ചു. എനിക്കൊരു സംശയം, ആസ്തികനായ